ഏഷ്യയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ചെറുക്കുന്നതിനായി തന്ത്രപ്രധാനമായ പദ്ധതികൾ ഒരുക്കി ഇന്ത്യ. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളിലെ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യ ഇവിടങ്ങളിലെ ബുദ്ധവിഹാരങ്ങൾക്കായി ചരിത്രപരമായ സ്റ്റാൻഡേർഡ് സ്കൂൾ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നു. സൈനികപരമോ സാമ്പത്തികപരമോ അല്ലാത്ത ചൈനയോടുള്ള മറ്റൊരു യുദ്ധം തന്നെയാണിത്. ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമാണ്. കാരണം കേവലം വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം മാത്രമല്ല, മറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ദേശീയ ബോധം ഉണർത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. നമ്മുടെ അരുണാചൽ പ്രദേശിലെ മഞ്ഞുമൂടിയ കൊടുമുടികൾ മുതൽ ലഡാക്കിലെ താഴ്വരകൾ വരെ ഏകദേശം 600 ബുദ്ധ ആശ്രമങ്ങൾ പതിറ്റാണ്ടുകളായി ആത്മീയതയും വിദ്യാഭ്യാസപരവുമായ സങ്കേതങ്ങളായി നിലകൊള്ളുകയാണ്. കുറേ കാലമായി ചൈന അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്ത്യയുടെ ഈ പുതിയ തീരുമാനം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യൻ ദേശീയ ബോധം വളർത്താൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്ന തിരിച്ചറിവാണ് ഈ നീക്കത്തിന് പിന്നിൽ. ഈ പദ്ധതി വിജയിക്കുന്ന പക്ഷം ഹിമാലയം ഇന്ത്യയുടെ കൈകളിൽ ഒതുങ്ങും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് BJP നേതാവും ബുദ്ധമത ആചാര്യനുമായ മാലിംഗ് ഗോംബുവുമുണ്ട്. നവീകരിച്ച പാഠ്യപദ്ധതി പ്രകാരം ഈ പ്രദേശങ്ങളിലെ കുട്ടികൾ പഠിക്കുക പ്രധാനമായും ബുദ്ധൻ്റെ തത്വചിന്തകൾക്ക് പുറമെ ഇന്ത്യൻ പൈതൃകവും കൂടെ ശാസ്ത്രം, ഗണിതം, കമ്പ്യൂട്ടർ പരിശീലനം, ഹിന്ദി, ഇംഗ്ലീഷ്, ബോധി എന്നീ ഭാഷകളും ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് ടിബറ്റുകാർക്ക് ഇപ്പോൾ തന്നെ അവരുടെ ചരിത്രവും പാരമ്പര്യവും ആത്മീയതയും പഠിക്കാനുള്ള അവസരമുണ്ട്. ഇതോടുകൂടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ പാഠ്യപദ്ധതികളും സംയോജിപ്പിച്ച് പുതിയ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിശാലമായ ദേശീയ സുരക്ഷാ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. 3000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ 20 ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച് തുടർന്ന് മുഴുവൻ അതിർത്തി ഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലെ റോഡുകളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1959 ഇന്ത്യയിൽ അഭയം തേടിയ ആത്മീയ ആചാര്യൻ ദലൈലാമയുടെ പിൻഗാമികളായി ധാരാളം ടിബറ്റുകാർ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിൽ താമസമുറപ്പിച്ചിരുന്നു. ചൈനയുടെ ആക്രമണങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. ഇങ്ങനെ ഇന്ത്യയിലെത്തിയ 10,000-കണക്കിന് ടിബറ്റുകാരുടെ പുതിയ തലമുറയെയും കൂട്ടി ഏകദേശം 75,000-ൽ കൂടുതൽ അംഗബലം ഇന്നവർക്കുണ്ട്. ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ബുദ്ധമതക്കാരിൽ നിന്നും ആത്മീയ ആചാര്യന്മാരിൽ നിന്നും വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ചൈനയുടെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച. പ്രത്യേകിച്ച് ഏഷ്യയിൽ സൈനികമായും സാമ്പത്തികമായും ചൈന കുതിക്കുമ്പോൾ അതിനോട് മത്സരിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ശക്തി കൂട്ടുകയേ ഉള്ളൂ.